ഹലോ ആഘോഷ് സാർ, നമ്മളിപ്പോൾ മുളിരിങ്ങാട് പുഴയുടെ തീരത്താണ്. നിങ്ങളുടെ കഴിക്കാം. അതിന് മുമ്പ് ഒരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങളുടെ ഈ വണ്ടി 2014 മോഡലല്ലേ? അപ്പോൾ നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ വണ്ടി ഇതുവരെ സർവീസ് സെൻറ്ററിൽ മാത്രമേ ചെയ്യാറുള്ളൂ എന്ന് പറയുന്നത്? ഒന്ന് പറയാമോ? അപ്പോൾ ഒരു 1,00,000 കിലോമീറ്ററിൽ ഓടിയിട്ടില്ലേ വണ്ടി? 1,10,000 കിലോമീറ്ററായി. എന്നിട്ട് നിങ്ങളിപ്പോഴും സർവീസ് സെൻറ്റർ, മാരുതിയുടെ ഓതറൈസ് സർവീസ് സെൻറ്ററിൽ തന്നെയാണ് നിങ്ങൾ വണ്ടി സർവീസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. എന്താണ് അതിൻ്റെ റീസൺ? പുറത്തൊരു സർവീസ് സെൻറ്ററിൽ കൊടുത്ത് സർവീസ് ചെയ്ത് കഴിഞ്ഞാൽ 1,00,000 കിലോമീറ്റർ ഓടിയ വണ്ടിക്ക് ഇത്രയും എമൗണ്ടൊക്കെ വരുമോ? ഇല്ല എന്ന് ആളുകൾ പറയുന്നുണ്ട്. നിങ്ങൾ എന്തുകൊണ്ടാണ് ഇപ്പോഴും സർവീസ് സെൻറ്ററിൽ തന്നെ ചെയ്യുന്നത്? അല്ല, നമ്മൾ സർവീസ് സെൻറ്റർ ചെല്ലുമ്പോഴേ ചിലപ്പോൾ നമുക്ക് 10,000 വരും, 15,000 വരും, 20,000 ഒക്കെ നമുക്ക് എമൗണ്ട് വരും. നമ്മൾ പുറത്ത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ തീരുമാനിക്കുകയാണ് നമ്മുടെ വണ്ടിയുടെ സർവീസ് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. അതാണ് കൂടുതലും നടക്കുന്നത്. അപ്പോൾ നമ്മളവിടെ ചെന്ന് കഴിയുമ്പോൾ നമ്മൾ പറയും എഞ്ചിൻ ഓയിൽ മാറ്റണം, പിന്നെ ബ്രേക്കിൻ്റെ ഇതൊന്ന് ചെയ്യണം എന്ന് പറയും. അവർ ആ 2 കാര്യങ്ങൾ മാത്രം ചെയ്തിട്ട് നമുക്ക് വണ്ടി തന്നുകൊടുക്കും. പക്ഷേ ഒരു സർവീസ് സെൻറ്റർ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 50,000 കിലോമീറ്ററിൽ ഈ വണ്ടിയിൽ എന്തെല്ലാം പാർട്സ് മാറ്റണം എന്നുള്ളത് മാരുതി ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. 1,00,000 കിലോമീറ്ററിൽ ഈ വണ്ടിയിൽ എന്തൊക്കെ ചേഞ്ചസ് ചെയ്യണം എന്നുള്ളത് മാരുതി ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഒരിക്കലും പുറത്ത് സർവീസ് സെൻറ്ററുകാർക്ക് അറിയത്തില്ല. അപ്പോൾ ആ പാർട്സും കാര്യങ്ങളെല്ലാം കറക്റ്റ് സർവീസിങ്ങിൽ അതിനെയാണ് സർവീസ് എന്ന് പറയുന്നത്. അപ്പോൾ കറക്റ്റ് സമയങ്ങളിൽ മാറേണ്ട പാർട്സുകളെല്ലാം മാറിയ ലിസ്റ്റ് നമ്മളെ കാണിച്ചു തരും. ഇത് ഇത്തിരി സാധനം മാറ്റിയിട്ടുണ്ട്, ഓക്കെ ക്ലിയർ. അപ്പോൾ അവരെ നമ്മൾ പൂർണ്ണമായിട്ടും ട്രസ്റ്റ് ചെയ്യുവാണ്. എന്നിട്ടാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ വണ്ടി ഓടിച്ചാൽ പോകുന്നത്. അപ്പോൾ നമ്മൾ വണ്ടി എടുക്കുമ്പോൾ, വണ്ടി ഓടിക്കുന്ന സമയത്തൊക്കെ ഒരു ഫ്രഷ് ഫീൽ എപ്പോഴും നമുക്ക് കിട്ടും. അതുകൊണ്ടാണ് നമ്മൾ ഈ വണ്ടി പൈസ നോക്കാതെ വീണ്ടും നമ്മൾ മാരുതിയുടെ ഓതറൈസ്ഡ് സർവീസ് സെന്ററിൽ തന്നെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണോ ഈ ഓതറൈസ്ഡ് സർവീസ് സെന്ററിൽ സർവീസ് ചെയ്തത്? എവിടെയാണ് ഇത് ചെയ്യുന്നത്? എവിടെ വേണമെങ്കിലും ചെയ്യാം നമുക്ക്. ഏത് സർവീസ് സെന്ററിലും നമ്മുടെ വണ്ടി നമ്പർ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടുമല്ലോ. നമ്മുടെ ഇപ്പം കഴിഞ്ഞ ദിവസം തന്നെ ഗിയർ ഓയിൽ മാറുന്ന കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു വണ്ടി നമ്പർ കൊടുത്ത് സെർച്ച് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഇത് 60,000 കിലോമീറ്ററിൽ മോട്ടോഴ്സ് മാറിയിട്ടുണ്ടല്ലോ, അപ്പോൾ പിന്നെ മാറേണ്ട കാര്യമില്ല തോന്നുന്നു. അത്രയുള്ള അല്ല, അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ടായിരിക്കുമോ? തീർച്ചയായിട്ടും ഉണ്ടല്ലേ? അതിനൊന്നും യാതൊരു സംശയമില്ല. അത് വണ്ടി ഓടിക്കുമ്പോൾ തന്നെ നമുക്ക് ഫീൽ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇനിയും നമുക്ക് നമുക്ക് മാരുതിയിൽ തന്നെ എല്ലാ സർവീസ് സെന്ററുകളിലും നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇനിയൊരു 1,00,000 കിലോമീറ്ററും നമ്മൾ അവിടെ തന്നെയാണ് കണ്ടിന്യൂ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്. വണ്ടി ഉപയോഗിക്കുന്ന ഓക്കെ.